ഹലോ എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഒരു പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. വളരെ പുത്തൻ പടം. നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് വന്ന മണിച്ചിത്രത്താഴ്, ലാലേട്ടൻ, SG, ശോഭന, അങ്ങനെ ഒരു താരനിര തന്നെ ഉള്ള ഒരു എപ്പിക് ക്ലാസിക് മൂവി ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് 4K റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ദേവദൂതൻ ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു റിലീസ് പടം, അത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തന്നെ. സ്ഫടികത്തെക്കാട്ടിയും വലിയൊരു വിജയമായിട്ട് ദേവദൂതൻ മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കളക്ഷൻ ബേസിൽ വലിയൊരു സ്വീകാര്യത തന്നെ. അന്ന് കിട്ടാതെ പോയ ആ ഒരു വിജയം, പണ്ട് ആ ഒരു പടം റിലീസ് ചെയ്തിട്ട് കിട്ടാതെ പോയ ആ ഒരു വിജയം ഇപ്പം നേടിയെടുക്കാൻ കഴിഞ്ഞു. ശരിക്കും ആർട്ട് അങ്ങനെയാണ്. അത് നല്ല ഹാർഡ് വർക്കോടെ ചെയ്താൽ എന്നായാലും അതിന് വേണ്ട ആ ഒരു അപ്രിസിയേഷൻ കിട്ടും എന്നുള്ളൊരു കാര്യം അത് ഉറപ്പാണ്. അത് ദേവദൂതൻ എന്ന സിനിമ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് ഏറ്റവും ഹൈപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലീസ് സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഓക്കെ, ആ ഒരു സിനിമ 4K വരുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടാകും, അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച റിലീസുകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴിൻ്റേത്. തീർച്ചയായിട്ടും ദേവദൂതൻ എന്ന പടം കാണാൻ പോയവർക്ക് അറിയാം, മണിച്ചിത്രത്താഴിൻ്റെ ട്രെയിലർ ഇൻ്റർവെല്ലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവദൂതൻ എന്ന പടം കാണാൻ പോയതിൻ്റെ ഒരു വീഡിയോ, ഒരു വ്ലോഗ് രൂപത്തിൽ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മണിച്ചിത്രത്താഴ് എന്ന ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇന്റർവെൽ സമയത്ത് കാണിച്ചതും ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു പുതിയ സിനിമയുടെ ഒരു ട്രെയിലർ കാണുന്നതാണൊക്കെ തന്നെ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ട്രെയിലറിന് തന്നെ ഒരു വൻ സ്വീകരണമാണ് കിട്ടിയത്. എന്തായാലും നമുക്ക് അതൊന്ന് ഇപ്പം യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. റെഡി. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആലപ്പാറ പോറ്റിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാണ്. പണ്ടെങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാവോ, ഞാനത് വേണ്ട വെച്ച് കൈകാര്യം ചെയ്തോളാം. ഞാൻ കണ്ടു, കിണ്ടി. അയ്യോ, ഇന്നലെ തെക്കിനിന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നോളഞ്ഞു. മോള് ആ ഭാഗത്തേക്ക് പോകട്ടാന്ന് വെച്ചേക്കണം. എന്തായാലും എനിക്ക് ആ മുറിന്ന് തുറന്നു കാണില്ല. ഒരു മുറി വന്ന് വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി ഇനിയിപ്പൊ എന്തൊക്കെയാ വരുന്നെന്ന്. എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാണ് അകലംകുട്ടി ഇത്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയീഭാവം. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഒരു മുറൈ വന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫിലിമോഗ്രഫി തന്നെയാണ്. അമ്മാതിരി പ്രൊജക്റ്റുകളാണ് പണ്ട് നമ്മുടെ ലാലേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി എത്ര പ്രാവശ്യം റിലീസ് ചെയ്താലും കാണാൻ ആളുണ്ടാകും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അമ്മാതിരി പടങ്ങളാണ്. എത്ര പ്രാവശ്യം നമ്മൾ ഫോണിലോ TV-യിലോ എത്ര പ്രാവശ്യം കണ്ടാലും അത് പിന്നെയും തിയേറ്ററിലൊക്കെ പോയി കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അത് തന്നെയാണ് ഈ സ്ഫടികത്തിൻ്റെ വിജയവും ദേവദൂതൻ്റെ വിജയവും ഒക്കെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിലർ ഞാൻ തിയേറ്ററിൽ കണ്ടതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് വിൽ ഡു വണ്ടേഴ്സ് ഇൻ കേരള ബിയോ. ഷുവറാണ്, ഒരു ഗംഭീര സക്സസ് ആവും. ഇതൊരു പുതിയ പടത്തിൻ്റെ ട്രെയിലറാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി ഒരു പുതിയ പടത്തിൻ്റെ ട്രെയിലർ കാണുന്ന അതേ ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ ഇപ്പോഴും, അതേപോലെ തന്നെ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോഴും ആ ഒരു ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ കണ്ടിരുന്നത്. എത്ര പ്രാവശ്യം TV-യിലും ഫോണിലും ഒക്കെ കണ്ടതാണെന്ന് ഒരു പിടുത്തവും ഇല്ല. അത്രയും പ്രാവശ്യം നമ്പർ ഓഫ് ടൈംസ് ഞാൻ ഈ ഒരു പടം കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു പുതിയ പടം കാണാൻ പോകുന്ന അതേ ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ പടം ഒന്ന് റിലീസായ ഒരു ഹൗസ്ഫുൾ ഷോയിൽ
പോയിരുന്ന് ഈ ഒരു പടം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ നടക്കാൻ പോവുകയാണ്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ട്രെയിലർ കട്ട്സൊക്കെ അന്യായം കേട്ടോ. പുതിയൊരു സിനിമയുടെ ട്രെയിലർ കാണുന്ന രീതിയിൽ കോമഡിയും ഹൊററും ആ ഒരു സംഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കിടുക്കാച്ചി ട്രെയിലർ ഫോണിൽ കണ്ടപ്പോഴല്ല തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടി മനസ്സിലായി ഈ ഒരു സിനിമയുടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നല്ല വിഷ്വൽ ക്വാളിറ്റി ആയാലും സൗണ്ട് ക്വാളിറ്റി ആയാലും കുറെ കൂടിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് പടത്തിനായിട്ട് കാത്തിരിക്കാം.